ഒരാൾ ഒരു സാധനം 1250 രൂപയ്ക്ക് വിറ്റപ്പോൾ അയാൾക്ക് 25% ലാഭം കിട്ടി. എത്ര രൂപയ്ക്ക് വിറ്റാൽ അയാൾക്ക് 10% നഷ്ടം ഉണ്ടാകും? നമുക്ക് ഇതിലത്തെ ആദ്യത്തെ വാചകം മാത്രം നോക്കുക. ഇതിൽ 1250 രൂപയാണ് വിറ്റ വില. ലാഭശതമാനം അറിയാം. നമുക്ക് ഇത് രണ്ടും ഉപയോഗിച്ച് വാങ്ങിയ വില കാണാം. എന്താ സൂത്രവാക്യം? വിറ്റ വില, സെല്ലിംഗ് പ്രൈസ്, വിറ്റ വില സമം വാങ്ങിയ വില, കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100 പ്ലസ് ലാഭശതമാനം ബൈ 100. ഇതിൽ വില കൊടുക്കുക. വിറ്റ വില നമുക്കറിയാം എത്രയാണ്? 1250 സമം വാങ്ങിയ വിലയാണ് അറിയാത്തത്. വാങ്ങിയ വില അതൊന്ന് കാണണം. എക്സ് ഇൻറ്റു 100ഉം ലാഭശതമാനം കൂടി കൂട്ടുമ്പോൾ എത്ര വരും? 125 ബൈ 100. ഇത് നെക്സ്റ്റ് കാണുമ്പോൾ ഇൻറ്റു 125 ബൈ 100 ഇതിൻ്റെ അടുത്തേക്ക് എടുക്കണം. എക്സ് സമം ഇവിടുത്തെ എഴുതുക എന്താണ്? 1250. എന്താ ചെയ്യുക? ഇൻറ്റു ഇതിൻ്റെ വിക്രമം എഴുതുക. ഇൻറ്റു അതിൻ്റെ റെസിപ്രോക്കൽ 100 ബൈ 125. 125ഉം 125ഉം വിട്ടുമ്പോൾ ഇവിടെ ഒന്നും ഈ ഒരു 0ഉം 10 ഇൻറ്റു 100 1000 എന്ന് കിട്ടി. നമുക്ക് എന്ത് കിട്ടി? വാങ്ങിയ വില കിട്ടി. എക്സ് വാങ്ങിയ വിലയാണ്. വാങ്ങിയ വിലയ്ക്ക് മാറ്റം വരില്ല. വിറ്റ വില മാറും, ലാഭവും നഷ്ടമൊക്കെ അവിടെയുണ്ട്. വാങ്ങിയ വില മാറ്റം വരില്ല. അപ്പോൾ നമുക്ക് വാങ്ങിയ വില കിട്ടി. ഇനി അടുത്ത വാചകം, എത്ര രൂപയ്ക്ക് വിറ്റാൽ അയാൾക്ക് 10% നഷ്ടമുണ്ടാകും? ഈ സൂത്രവാക്യം വീണ്ടും എഴുതുക. എന്താണ്? വിറ്റ വില, സെല്ലിംഗ് പ്രൈസ് ഇസ് ഈക്വൽ ടു വാങ്ങിയ വില ഇൻറ്റു 100. ഇവിടെ ഇതിന് പകരം മൈനസ് നഷ്ടശതമാനം എന്നെഴുതണം. കാരണം അടുത്ത വാചകത്തിൽ നഷ്ടമാണ്. നഷ്ടശതമാനം ബൈ 100. വില കൊടുക്കുക. വിറ്റ വിലയാണ് കാണേണ്ടത്. എത്ര രൂപയ്ക്ക് വിറ്റാൽ അത് കാണണം. സമം വാങ്ങിയ വില നമ്മൾ കണ്ടുപിടിച്ചിട്ട് എത്രയാണ്? 1000 ഇൻറ്റു 100 നഷ്ടശതമാനം കുറയ്ക്കുക. 100 10 കുറച്ച 90 ബൈ 100. നമുക്ക് ഇതിലത്തെ ഈ 2 0ഉം 100ഉം വെട്ടിക്കളഞ്ഞ 10 ഇൻറ്റു 90 ഉത്തരം 900 രൂപ.